മുത്തുമണീസ് ഗുഡ് മോർണിംഗ്. ഇന്നിതേ നല്ല വെയിലുണ്ട് കേട്ടോ. തൊണ്ടയൊക്കെ പോയി. ഇന്ന് ഭയങ്കര വെയിൽ. ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഒരു വ്ളോഗ് എടുക്കാം. വ്ളോഗ് എടുത്തിട്ട് കുറേ ദിവസമായില്ലേ. പിന്നെ അതുമല്ല മഴയൊക്കെ ആണെങ്കിൽ ഭയങ്കര മടിയും കാര്യങ്ങളും ഒക്കെയാണ്. അതാണ് ഞാൻ ഷോർട്ട് ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം മഴ ആയതുകൊണ്ട് മഴ അങ്ങോട്ട് അയ്യോ അണ്ണേ വെയിൽ പോയി. വെയിൽ പോയില്ല, പിന്നെയും വെയിൽ വന്നു. അണ്ണ ഹെൽമെറ്റ് കഴുകി വെച്ചേക്കോട്ടെ. ഹെൽമെറ്റ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് സ്കൂട്ടിലല്ലേ പോകുന്നത്. അങ്ങനെ നനഞ്ഞ് ഭയങ്കര സ്മെല്ലായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഹെൽമെറ്റ് കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. പൊന്നൂസ് മോട്ടനും എഴുന്നേറ്റിട്ടില്ല. ഞാൻ പെട്ടെന്ന് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി പൗഡറൊക്കെ ഇട്ട് ചുരിദാറൊക്കെ ഇട്ട് വന്നതാണ്. അപ്പം ഇനി പ്രത്യേകിച്ച് പിന്നെ കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കുന്നു. ഇനി പൊന്നൂസിനെ മോണ്ടനെ സ്കൂള് തുറപ്പ് ഇനി തിങ്കളാഴ്ച ഇല്ലേ അണ്ണേ? അല്ലേ? ഇന്ന് ഏതാ ദിവസം? ഇന്ന് ബുധനാഴ്ചയാണ് ഫ്രണ്ട്സ്. ദിവസങ്ങൾ പോലും എനിക്കിപ്പോൾ അറിയത്തില്ല. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. 4 ദിവസമേ ഉള്ളൂ പൊന്നൂസിനെ മോണ്ടനെ സ്കൂൾ തുറക്കാൻ. അത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ എഴുന്നേൽക്കണം. പിന്നെ അങ്ങനെ സത്യം പറഞ്ഞാൽ സ്കൂളിലുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് ദിവസങ്ങൾ പോവും. അങ്ങനെ ഇപ്പം പിന്നെ ഉറക്കം തെളിഞ്ഞ് ഉറക്കം നല്ലപോലെ തൃപ്തിയായിട്ട് എഴുന്നേറ്റാൽ മതി. ഇപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ പക്ഷെ ദിവസങ്ങൾ ഭയങ്കര ബോറാണ്. ദിവസങ്ങൾ അങ്ങോട്ട് തള്ളി അങ്ങോട്ട് നീക്കുന്ന പോലെയാണ് പോകുന്നത്. മറ്റേത് നമ്മൾ കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പേ രാവിലെ പൊന്നൂസിനെ മോണ്ടനെ വിട്ടു ചടപട എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരമായി. അപ്പോൾ എന്തുവാണ് അണ്ണൻ പോവാന്നോ? ഷാജാൻ പോവാണ്. ഇങ്ങ് വരൂ, കാണിക്കട്ടെ. നിന്നെ കാണിച്ചേക്കാം. ഹായ് ഫ്രണ്ട്സ്. ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ സമയമാകുമ്പോൾ വരാം. അപ്പോൾ ഇപ്പം മീനൊന്നും നമുക്ക് കഴിച്ചുകൂടല്ലോ. അപ്പം ഞാൻ ഇന്നലെ ചിക്കൻ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചു. നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. പക്ഷെ അതിന് മുമ്പ് ഇവിടെ തൂക്കണം, തുടയ്ക്കണം, അങ്ങനെയുള്ള കാര്യമൊക്കെ ഉണ്ട്. കണ്ട എല്ലാം അഴുക്കായി കിടക്കുവാണ്. അതല്ല പൊന്നൂരും മോട്ടനൊക്കെ ഫുഡ് കൊടുക്കുമ്പോൾ നാട്ടെ ഈ ഊഞ്ഞാലിൽ അവിടെ ഇരുന്നായിരിക്കും കഴിക്കുന്നത്. ഇത് നല്ല രാത്രി ചിപ്സ് മിച്ചറൊക്കെ എത്തുന്നത്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഈ തുടയ്ക്കാത്തതിൻ്റെ ഒരു ഇത് കാണും. അല്ല ഇത് കാണത്തില്ല. പൊന്നു തന്നെ ചൂലെടുത്തോണ്ടൊന്ന് ചോറൊക്കെ വീണെങ്കിൽ അങ്ങ് തൂത്ത് കളയും. ഇന്നലെ രാത്രിത്തെ ബഹളത്തിൽ കിടക്കുവാണ്. ഇതാ ഇവിടെ തൂക്കണം, തുടയ്ക്കണം. ഞാൻ അണ്ണനെ യാത്ര അയക്കാൻ പോവാം. ഹെൽമെറ്റ് ഇല്ലാതെ പോലീസ് പിടിക്കട്ടെ. പിന്നെ ഈ സിറ്റ് ഔട്ടും എന്നും തുടച്ചാൽ പറ്റും. കാരണം വെച്ചാൽ ഈ വെളുപ്പാങ്കാലം ഈ കിങ്ങിണിപ്പൂച്ച വന്നിട്ട് ഈ കിങ്ങിണിയുടെ അഴുക്കായ കാല് വെച്ചാൽ ഈ കറുത്ത ഗ്രാനൈറ്റ് തൊട്ടുകൊണ്ട് കയറി വരുന്നത്. അന്നേരം അവളുടെ കാലിൻ്റെ കാൽപാദം പതിയും. എന്തുവാണേ? ഐ സി. എന്തുവാ പോണോ? അപ്പോൾ ലെക്സി പോകുന്നു ഫ്രണ്ട്സ്. അപ്പം ഞാൻ എല്ലാം അരിഞ്ഞ് പറക്കി വെച്ചേക്കും. അപ്പം ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് കിടക്കാം. അണ്ണ പോവാണോ അണ്ണേ? അണ്ണ അതിന് ഇതിലേ ഇല്ലേ പോകുന്നേ? ഇതിലെന്തോ ചെക്കിങ്. ടൗണിൽ കൂടെ പോകുമ്പോൾ ഇല്ലേ പ്രശ്നം. പിങ്ക് പോലീസ് പിടിച്ചിടട്ടെ. ഞാൻ വരാൻ ഇറക്കാൻ. ഞാൻ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. അയ്യോ അണ്ണ എന്നാലും ഇവിടെ നിൽക്കണം. സാലി വന്നിട്ട് ഇറങ്ങുന്നു. അപ്പം ഞാൻ വന്ന് പറയും പക്ഷെ എൻ്റെ ഭർത്താവാണ് ഇറക്കിവിടെ. ചേട്ടാ ബൈ ബൈ, സി യു. വെക്കാം. മഴ പെയ്യുവാണെങ്കിൽ ഹെൽമെറ്റ് എടുത്ത് വെക്കണേ. 16 വട്ടം പറഞ്ഞു കേട്ടോ. ഈ പൊന്നൂസിൻ്റെയും മോനുകുട്ടൻ്റെയും ബുക്ക് മേടിച്ചത് പൊതിഞ്ഞിട്ടില്ല കേട്ടോ. ഇതേ ഇരിക്കുന്നു. എന്നും ഇന്നലെ രാത്രിയും പൊതിയണമെന്ന് വിചാരിച്ചു, നടന്നില്ല. അണ്ണനാ ഇതൊക്കെ പൊതിയുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇനി തൂക്കുന്നത് നിങ്ങളെ കാണിക്കുന്നില്ല. അതൊക്കെ എന്തിനു കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നത്. അപ്പം ഞാൻ ഞൊടിയിടയിൽ തൂത്ത് തുടച്ചിട്ട് വരാമെന്ന് ഞാൻ പറയും. പക്ഷേ ഒരു അരമണിക്കൂർ എടുക്കും. എന്നാലും ഇതാ വരുന്നേ. അത്യാവശ്യമല്ലേ തൂത്ത്. എനിക്ക് ഇന്നൊരു ദിവസം എല്ലാ ദിവസവും എനിക്ക് തൂക്കണം. പക്ഷേ നമ്മളിപ്പം എവിടെയെങ്കിലും പോകുന്ന സമയത്ത് തൂത്ത് തുടച്ചിട്ടിട്ടേ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അണ്ണൻ പറയാം നമ്മളില്ലാത്തതുകൊണ്ട് വീട് വൃത്തിയായിട്ട് കിടക്കുമെന്ന്. പക്ഷെ ഞാൻ പറയാം ആര് പറഞ്ഞേ? എന്നിട്ട് തൂത്ത് കാണിക്കുമ്പോൾ പൊടി കാണും. പക്ഷെ അണ്ണൻ പറയും തുടയ്ക്കണ്ടടിയെന്ന്. പക്ഷേ ആ ഒരു ദിവസം എനിക്ക് തുടച്ചില്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും പക്ഷേ കാലൊട്ടുന്നെന്ന് പറയും. അപ്പം പറയും ഇവളുടെ കാര്യം. അത് ചിലപ്പോൾ ഈ വെള്ള ടൈലായതുകൊണ്ട് എനിക്കൊരു തോന്നലാണ് അഴുക്കായി കിടക്കുന്നു എന്നുള്ളൊരു മൈൻഡ്.
അതുകൊണ്ട് എനിക്ക് എന്നും തുടയ്ക്കണം എന്നുള്ളൊരു മാനസിക രോഗം പോലെയാണത് കേട്ടോ. പിന്നെ പിള്ളേരുള്ളതുകൊണ്ടേ മോനുകുട്ടനെ കൊച്ചിലെ ആണെങ്കിൽ ഈ ബിസ്ക്കറ്റൊക്കെ ഇട്ടിട്ട് എടുത്ത് കഴിക്കുമ്പോൾ ഈ കൃമി കടി വരുമല്ലോ. അപ്പം അങ്ങനെ എനിക്ക് ശീലമായതാണ് എന്നും തുടയ്ക്കൽ ഞങ്ങളുടെ വീട്ടിൽ വെച്ച്. അങ്ങനെ ഇവിടെയും ശീലമായി. ഇവിടെ ഇനി നമ്മൾ കുറച്ച് നാളുകളും കൂടെ ഉള്ളൂ ഈ വീട്ടിൽ. നമ്മൾ കുറേ നാൾ ഒരു വീട്ടിൽ താമസിച്ചിട്ട് പിന്നെ അങ്ങ് പോകുമ്പോൾ സാധാരണ ഒരു വിഷമം കാണുമല്ലോ. എൻ്റെ വീട്ടിൽ നിന്നിട്ട് അണ്ണൻ്റെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം അത് കുറച്ച് ദിവസം അല്ലല്ലോ, മോനൂട്ടനെ പ്രഗ്നൻ്റായി പ്രസവം കഴിഞ്ഞ് അണ്ണൻ പിന്നെ ഗൾഫിൽ നിന്ന് വരുന്ന വരെയും അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു വിഷമം ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അണ്ണൻ പറയും നമ്മൾ പിന്നെ ഇവിടുന്ന് പോവുക അല്ലേ എന്നു പറയുമ്പോൾ അണ്ണൻ പറയും അതിന് നമ്മുടെ പുതിയ വീട്ടിലോട്ടല്ലേ പോകുന്നത്, കുറേ നാളായിട്ട് ആഗ്രഹിച്ച് അതുകൊണ്ട് വിഷമം കാണത്തില്ല, എന്നാലും ചെറിയൊരു വിഷമമുണ്ട്. അതങ്ങനെയാണല്ലോ. അവിടെ കിങ്ങണി അവൾ സുന്ദരി ആയതുകൊണ്ട് കയറി കിടന്നത്. അവൾ സുന്ദരിയാണ്. അവളെ സ്ഥിരം സ്ഥലമാണ് അവിടെ. അപ്പോൾ മുത്തുമണീസ് ഞാൻ പെട്ടെന്ന് തൂത്ത് തുടച്ചിട്ട് വരാം. പൊന്നും മോനൂട്ടനെ എണീക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം എൻ്റെ തൂക്കലും പറക്കലും ഒക്കെ 25 മിനിറ്റ് കൊണ്ട് ഞാൻ തീർത്ത് കേട്ടോ. 5 മിനിറ്റ് പെട്ടെന്ന് അങ്ങ് സെറ്റാക്കി. കാരണം വെച്ചാൽ അയ്യോ വീഡിയോ എടുക്കണമല്ലോ എന്നുള്ള മൈൻഡിൽ. പിന്നെ അത് മാത്രമല്ല ഫ്രണ്ട്സ്, കേട്ടോ, ഞാൻ രാവിലെ ഇപ്പം നമുക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് താമസം എഴുന്നേക്കുന്നതുകൊണ്ട് ഞാൻ കാപ്പി അങ്ങനെ ഒന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കത്തില്ല. പിന്നെ അണ്ണനും അങ്ങനെ കഴിക്കത്തൊന്നുമില്ല. അപ്പം ഞാനും അണ്ണനും കഴിക്കുന്നില്ല. പിന്നെ കുഞ്ഞുങ്ങൾ താമസം എഴുന്നേക്കുന്നത്. അപ്പോൾ ആ എണീക്കുന്ന സമയത്തേക്ക് ഞാൻ ചോറങ്ങ് കുളിച്ചിട്ട് വന്നിട്ട് ചോറങ്ങ് കൊടുക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് അന്നേരം അത് പെട്ടെന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രിയെ ഞാൻ മസാല വരട്ടി വെച്ചു. ചിക്കൻ ഒക്കെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചോണ്ടേ വെള്ളമായി. പിന്നെ ഇന്നലെ തക്കാളിയും ഉള്ളിയൊക്കെ അരിഞ്ഞ്, പിന്നെ അണ്ണൻ്റെ വീട്ടിൽ നിന്ന് ഇന്നലെ ഇച്ചിരി ചക്ക തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്ക തന്നപ്പോൾ അണ്ണൻ ചക്കയെ അരിഞ്ഞു, ഞാൻ സവാളയൊക്കെ അരിഞ്ഞു വെച്ചു കേട്ടോ. അപ്പം നെയ്ച്ചോറ് പോലെ അങ്ങ് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതെന്തത് നെയ്യ് ഉരുക്കി വരുമ്പോഴത്തേക്ക് സമയമെടുക്കും. എളുപ്പപ്പണിക്ക് അടുപ്പിൽ ഇങ്ങനെ പിടിച്ചാലേ പെട്ടെന്ന് സെറ്റായി കിട്ടും. കുടിക്കാൻ വെള്ളം വെച്ചേക്കും. എന്നിട്ട് ആ അടുപ്പിൽ നമുക്ക് ചിക്കൻ കറി വയ്ക്കാം. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ കയ്യും പുള്ളി മനുഷ്യൻ ഇന്നലെ ഇന്നൊക്കെ എനിക്ക് പർപ്പിളിൻ്റെ പ്രൊമോഷൻ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം അവർ തിരുത്തി വട്ട് പിടിക്കും. എൻ്റെ പൊന്നേ ഒന്നും പറയണ്ട കേട്ടോ. പിന്നെ മാത്രമല്ല നമുക്ക് 2 മാസത്തിൽ പിന്നെ എന്തോ പറയാൻ മറന്നുപോയി, സോറി, ഞാൻ ഓർക്കുമ്പോൾ പറയാൻ പോലെ. ഇന്നലെ ഞാൻ തെങ്കാശി പോയ വീഡിയോ ഇട്ടപ്പം അതിലൊരു അനിയത്തി വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്ത ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമാണ്. എന്തൊരു നല്ല ലൈഫാണ്, ഇങ്ങനെ യാത്രയൊക്കെ പോകുന്നത് അടിപൊളിയാണല്ലേ എന്നൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ നെഗറ്റീവ് കമൻറ്റുകൾക്ക് അയ്യോ അണ്ണം വന്ന് എന്തുവാടി നീ അനങ്ങാതെ വന്നിട്ട് മിണ്ടായിരിക്കുന്നേ എന്ന് വെച്ച് ഏതെങ്കിലും കള്ളന്മാരാണെങ്കിലോ? എന്തുവാ കുറവുണ്ടോ? എന്തുവാ അങ്ങനെ പറ്റിയത്? എന്തോ മുത്തേ പറ. ഫ്രണ്ട്സ്, ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ആക്കുവാണേ, അല്ലെങ്കിൽ അണ്ണന് സംസാരം വെളിയിൽ വരും. പേഴ്സണൽ കാര്യം ഇപ്പോൾ വരാം. അപ്പോൾ അതാണ്ട് നമ്മുടെ അരിയൊക്കെ കഴുകി ഞാൻ ആ സമയത്ത് ഇങ്ങോട്ട് എടുത്ത് ഫ്രണ്ട്സ്. ഇല്ലെങ്കിലേ എല്ലാം ബിളിന്നായിപ്പോൾ. അണ്ണ ഇനി ഇപ്പോഴേ പോകുന്നില്ല കേട്ടോ. അണ്ണൻ പറഞ്ഞ് ഉച്ച കഴിഞ്ഞ് പോയാൽ മതി. എൻ്റെ പിന്നെ എനിക്കാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്താനം പറയാൻ ഇങ്ങോട്ട് വേണം, അല്ലെങ്കിൽ സെറ്റാവൂല, ശരിയാവൂല. വേഗം ബിരിയാണി വയ്ക്കാം. അയ്യോ സോറി, നെയ്ച്ചോറ് സെറ്റാക്കി എടുക്കാം. പിന്നെ ഈ എന്തുവാ ഇത് ചേടാ, കൈ അങ്ങോട്ടൊന്നും കിട്ടുന്നില്ലേ? മതിയോ? പട്ടം ഗ്രാമ്പൊക്കെ മതി. ഒരുപാടായിപ്പോയാലും ശരിയാക്കില്ല. 1 മിനിറ്റ് മുത്തുമണി, ഇതൊന്ന് ശരിയായിക്കോട്ടെ. ഉള്ളിയിട്ട് കൊടുക്കാം. ഇത്ര മതി. ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാലേ പണി കിട്ടും കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞ് അതവിടെ കിടന്ന് മൂത്തോളൂ. ഞാൻ പോയി ചെറിയ അരിയാണ് മേടിച്ചു കേട്ടോ.
സത്യം പറഞ്ഞാൽ കിങ്ങിണി സുന്ദരിയുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്ത് ഈ സുന്ദു രാവിലെ തൊട്ട് കിങ്ങിണി പട്ടിണിയാൻ തോന്നുന്നു. വന്നപ്പോഴേ മുഖത്തിന് മ്ലാച്ചതാ. തലേ ദിവസം മീനൊക്കെ ഫ്രിഡ്ജിലിരിക്കുവാണെങ്കിൽ ഇവിടെ വരുമ്പോഴേ ഞാൻ എടുത്തു കൊടുക്കും. ഇന്നലെ അയല മീൻ മെനഞ്ഞാന്ന് പൊരിച്ചതിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ വന്നപ്പോൾ ഞാൻ എടുത്തു കൊടുത്തായിരുന്നു. ഇന്നിനിപ്പോൾ കൊടുക്കാൻ നമുക്കൊന്നുമില്ല, ഈ ചിക്കനല്ലേ ഉള്ളത്. ഇനി കറി വെക്കട്ടെ, കറി വെച്ചിട്ട് കൊടുക്കാം. എങ്ങും മീനൊന്നും ഇല്ലാത്തതുകൊണ്ടേ ആകെ ദരിദ്രം വലിയ എല്ലായിടത്തും. അയ്യോ, ഇവിടെയൊക്കെ ഭയങ്കര കച്ചവടം നടക്കുന്നൊരു കടയുണ്ട് കേട്ടോ. ആ കടയിൽ ഇന്നലെ ഞങ്ങൾ അതിലേ പോയപ്പോഴത്തേക്ക് എന്തൊരു ചെള്ളാന്നറിയാമോ ആ കടയിൽ. പുനലൂർ 2 കടകളുണ്ട്. അവിടെ ഒന്നും ഒരു മനുഷ്യനും ഇല്ല, കടയെല്ലാം അടച്ച് ലൈറ്റും എല്ലാം ഓഫ് ചെയ്തിട്ടേക്കുക. കാരണം മീനും ഇല്ല, ആരും മേടിക്കത്തുമില്ലല്ലോ. അഥവാ പേടിച്ച് ഇപ്പം ആറ്റുമീനാ പിടിക്കുന്നതെന്നൊക്കെ പറയുന്നു. ഇന്നലെ ഒരു വീഡിയോക്കകത്ത് കണ്ടു. ആറ്റുമീൻ ഇപ്പം എല്ലാവരും പിടിച്ച് കറിയൊക്കെ വെക്കുക. മറ്റേ മീനില്ല, മീനോ ഇറച്ചിയൊന്നും മീനിൻ്റെ ഒരു മണം വേണം എല്ലാവർക്കും ചോറൊക്കെ കഴിക്കാൻ. അത് ശീലമായിട്ടില്ല. വാ അണ്ണേ നോയ്. എന്നാ അണ്ണ അത് പൊതിഞ്ഞു പോയി. പക്ഷെ അവിടെ നിന്നും ആക്കല്ല്, ഞാൻ ഇപ്പം തൂത്ത് തുടച്ചതേ ഉള്ളൂ. നമ്മൾ എടുത്ത സാധനം നമ്മൾ അന്ന് പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇല്ലായിരുന്നു കേട്ടോ കടയിലെ. അപ്പം ആ സാധനം ഇന്ന് വന്നപ്പോൾ അതിനകത്ത് 2-3 പീസ് കുറവ് അതാണ് ഡിസ്കസ് ചെയ്ത്. അതിൻ്റെ ബില്ല് എന്തായാലും അണ്ണ എന്നായിരുന്നു പൊന്നുവിൻ്റെ മോണ്ടനെ ബുക്കൊക്കെ പൊതി. അയ്യോ എൻ്റെ ബിരിയാണിയോ ഉള്ള കരിയോ. ഇങ്ങനെ ഇളക്കിളക്കി കൊടുത്തോണ്ടിരിക്കണം, അതാണ് പാട്. ഇനി നമുക്ക് ക്യാരറ്റും ഒരു ബീൻസേ ഉള്ളായിരുന്നു കേട്ടോ. ഇപ്പം ഇതും കൂടി ഇട്ട് കൊടുക്കാം. വേണ്ട അരി കഴുകി വെച്ചേക്കുവാ. എല്ലാരും കുളിച്ചൊക്കെ വന്നു. ചോറ് വെച്ചു, ചിക്കൻ കറി വെച്ചു, തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാണ് ഞാൻ ചിക്കൻ കറി വെച്ചത്. പിന്നെ സാലഡ്, പപ്പടം, അച്ചാറ്. അപ്പൊ നമുക്ക് കഴിക്കാം. ഞങ്ങൾ ഈ അണ്ണനെ വെയിറ്റ് ചെയ്തിരിക്കും. അണ്ണൻ വാ, അണ്ണൻ ടീഷർട്ട് ഇടാൻ വേണ്ടിട്ട് ഓടിപ്പോയി. മെയിൻ സാധനം പെപ്പരാണ്. അവിടെ നിന്ന് ആക്കല്ലേ, ആക്കാതെ കഴി. മതിയോ? ബാ അണ്ണേ, മോനോട്ട് ഒരു പപ്പടം എടുത്ത് ആദ്യമേ അങ്ങ് വെച്ച്. ഒരു സിലിണ്ട് അടുക്കള കിടക്കണം. എന്നാ പൊന്നൊരു പപ്പടം കറി ചോദിച്ചു അമ്മ. കറി ചോദിക്കട്ടെടാ. ചിക്കൻ അച്ചാറിടുന്നു വേണ്ടേ? എന്നാ സാലഡ്. വീട്ടിലെ കതവ് ഇപ്പൊ തണുപ്പായതുകൊണ്ടേ അടയ്ക്കാനും തുറക്കാനും ഒക്കെ ഒരു ടൈറ്റ്. അണ്ണ പിന്നെയും ഓടിപ്പോയി. ഇപ്പൊ അവിടെ മേശരിമാര് വന്നായിരുന്നു. കഴിച്ചോ ഞാൻ കഴിക്കട്ടെ. സാലഡ് അടുത്ത് തരാം. നല്ല പോണേ. പൊന്നൂന് വേണ്ടേ? ഒഴിച്ചോ? കൊള്ളാവോ? ഓനോടി കൈമാറ്റണ്ണ ഒന്ന് ഇവിടോട്ട് വെക്കട്ടെ. അച്ചാർ കൂടെ അത്താക്കി വീഡിയോ നാളെ ഇടാം. കാരണം വെച്ചാൽ ഇന്നിനി ഇവര് പോവാണ്. എനിക്കിനി ഒരു പ്രൊമോഷൻ വീഡിയോ എടുക്കാനുണ്ട്. അങ്ങനെ തിരക്കായിരിക്കും. ചില ദിവസങ്ങളിൽ ഞാൻ ഇവരെ മദ്രസയാക്കാൻ പോകുമ്പോൾ ഞാനും കൂടെ കയറി പോകും. ഇന്നിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പോകുന്നില്ല. പിന്നെ ചക്ക ഇന്നലെ അരിഞ്ഞു വെച്ചതുണ്ട്. വൈകിട്ട് ചക്ക വറുത്തത് നമുക്കത് ഷോർട്ടാക്കാം. ഞാൻ തിന്നതാ. മൂന്നിട്ട് പിന്നെ ആലോചിച്ച് നിങ്ങൾ ഓർത്തോണ്ടല്ലേ കഴിയുന്നത്. ഇന്ന് വലിയ മഴയില്ല കേട്ടോ.
ചിണി നിൽക്കുന്ന മഴയാ. അതുകൊണ്ട് തന്നെ കൊണ്ടുപോയായിരുന്നോ? ഹെൽമെറ്റ് ഒന്ന് കഴുകാൻ പറ്റി. പക്ഷെ അത് ഉണങ്ങാൻ പാടായിരിക്കും. Guys, നമുക്ക് ഹെൽമെറ്റ് നീടാതെ പോയിട്ട് ഇന്നെന്ന് പറഞ്ഞ് ചെക്കിങ്. ഞാനേ ഭാഗ്യത്തിന് 2 പാവം പിടിച്ച പിള്ളേർ എന്നെ പറഞ്ഞു തന്നോണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു ചെക്കിങ് ഉണ്ടെന്ന്. എൻ്റെ 500 രൂപ വേനെ. ഞങ്ങള് എന്തോ കാറ് ഇല്ലാത്ത ആ സമയത്ത് കാടിന് അയ്യോ ആ സമയത്ത് മഴയും പിന്നെ ഞങ്ങളെ ട്യൂഷനൊക്കെ കൊണ്ടാക്കാൻ സ്കൂട്ടി മാത്രമേ ഉള്ളൂ. എന്തൊരു പാടായിരുന്ന സമയത്ത്. സ്കൂട്ടിയുടെ വിലയും കാറിന്റെ വിലയും എല്ലാ വിലയും മനസ്സിലായി. ഒരു സാധനം നമുക്ക് ഇല്ലാതിരിക്കുമ്പോഴേ അതിന്റെ വില മനസ്സിലാവും. നമ്മളിപ്പോ പുതിയ വീട്ടിലോട്ട് പോയാലും പള്ളിയുടെ ട്യൂഷൻ അടുത്തായിരിക്കും, പക്ഷെ സ്കൂളിലെ ട്യൂഷൻ ദൂരെ ആയിരിക്കും. പിന്നെ എന്തായാലും ഞങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നില്ല. ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നല്ല ഇപ്പൊ ട്യൂഷൻ നല്ല പഠിപ്പിക്കുന്നുണ്ട്. ചേച്ചി അവിടെ തന്നെ ചോദിച്ചു അടുത്ത വർഷം നിങ്ങൾ വരത്തില്ലേ? വരും. ഞാൻ പറഞ്ഞ് അടുത്ത വർഷം ഇവിടെ തന്നെയാ വരുന്നത്. അവിടെ തന്നെ വിടാം, അമ്മായി പറഞ്ഞു വിടാം. അവസാനം അത്ത തന്നെ വരേണ്ടി വരും. വൈകിട്ട് സ്കൂട്ടിയില് അവസാനം ലാസ്റ്റാണ് ഞാൻ തേങ്ങാക്കൊത്ത് അരിഞ്ഞിട്ടത്. ബീഫിനകത്തിടുന്ന ഓർമ്മ. ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് വെച്ചു. തേങ്ങാക്കൊത്ത് കിട്ടിയവരൊക്കെ തിരിച്ചു തരണം. ആണ് ഇവര് 3 പേരും അങ്ങനെ കഴിക്കത്തില്ല, മാറ്റി വെക്കും. പായസം വെക്കാനോ? ചിക്കനാ ചിക്കൻ എടുക്കണം. ഞങ്ങൾ തിന്നാത്തോണ്ട് അമ്മയ്ക്ക് വേണ്ടിയാണ് തേങ്ങാക്കൊത്ത്. സത്യം പറഞ്ഞ ഇപ്പം ഒരു ദിവസം ഓട്ടവാ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം ഞാൻ കുളിക്കുന്ന സമയത്ത് അണ്ണ ഓടിപ്പോയിട്ട് വരിക. സാധാരണ വെക്കേഷനൊക്കെ എവിടെയെങ്കിലൊക്കെ ട്രിപ്പ് പോകുന്നതാണ്. ഈ വെക്കേഷൻ ഞങ്ങൾ എങ്ങും പോയില്ല. പണ്ടല്ലേ ഒരു വട്ടം പോയി തുടക്കത്തില്ല. അത് ട്രിപ്പാണ്, ഇവർക്ക് വേണ്ടി ഇല്ല പോയത്. നമ്മള് ഊട്ടിയിലൊക്കെ പോകണം പറഞ്ഞ് ഇരുന്നേ. എല്ലാം വീട് പണി കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ഓണത്തിന് പോകണം. നമുക്ക് നല്ലൊരു ട്രിപ്പ് പോകണം. ഇനി നമ്മള് ഒരു ട്രിപ്പും കൂടെ പോകുന്നുണ്ട്. അത് ലുലുമാളി ജസ്റ്റ് ഇവരെ ഒന്ന് കൊണ്ടുപോകണം, ഇവരുടെ ഒരു വിഷമം തീർക്കാൻ വേണ്ടി. അത് നാളെ മറ്റന്നാളോ ആയിട്ട് പോകണമെന്ന് വിചാരിക്കുക. നമ്മൾ കഴിച്ചിട്ട് കാണാൻ പറ്റും. എന്തിനാ നിങ്ങളെ കഴിച്ചിട്ട് കാണിച്ചുകൊണ്ട് ബോറടിപ്പിക്കുന്നത്? അതെ, നമുക്ക് ബാക്കി വൈകിട്ടത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ കാണിക്കാം. പൊന്നൂസുദയും മദ്രസയിൽ പോകാനുള്ള ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നുകുട്ടൻ അത് വൈകുന്നേരം തന്നെ തലേദിവസം വന്ന് എഴുതി വെക്കും കേട്ടോ. അതുകൊണ്ട് മൂന്നുകുട്ടന് കുഴപ്പമില്ല. അണ്ണൻ ബുക്ക് കുറച്ച് പൊതിയുന്നുണ്ട്. പിന്നെ കായംകുളം കൊച്ചിനി സിനിമ നടക്കുന്നുണ്ട്. വെളിയിൽ മഴ വരാനുള്ള കോളാന്ന് തോന്നുന്നു. വൈറ്റ് വന്നിരിപ്പുണ്ട്. മഴ വരാനുള്ള കോളാന്ന് തോന്നുന്നു. നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു വെയിൽ വന്നപ്പോഴത്തേക്കും ഞാൻ അടുക്കളയിൽ എൻ്റെ ടർക്കി ഒന്ന് ഉണങ്ങാനിട്ടതാണ് കേട്ടോ. ഇപ്പം അതാമ്പറം തുടയ്ക്കുന്നതാണ്. ചെറുതായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് എടുത്തു. ഇനി മഴ പെയ്ത് വെറുതെ നനയ്ക്കണ്ട. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞ് പൊന്നൂസ് ഡാൻസ് തുടങ്ങി. ഞാൻ എന്തെങ്കിലും ഒരു പാട്ടൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കും കേട്ടോ പൊന്നൂര്. പക്ഷെ പൊന്നു പെട്ടെന്ന് ആ ഡാൻസ് പഠിക്കുക. എനിക്കാണെങ്കിൽ ഒരാഴ്ച എടുക്കണം ഒരു ഡാൻസ് പഠിക്കാൻ. പൊന്നൂസ് പക്ഷെ അതിനൊരു ടാലൻ്റ് ഉണ്ട്, പെട്ടെന്ന് പഠിക്കും. പിന്നല്ല പ്രേമിക്കാൻ വന്നേക്കുന്നു. അപ്പോൾ താണ്ട എല്ലാവരും പോവുകയാണ് ഫ്രണ്ട്സ്. കായംകുളം കൊച്ചിൻ്റെ സിനിമ നടക്കുന്നത്. ഷിൻഡ്ര ഒരു സുന്ദരിയായി. പൊന്നിൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ അമ്മ, നോക്കട്ടെ. ആ ശുണ്ടിരി കണ്ണ് ഞാൻ എഴുതി കൊടുത്തു. ഇവിടെ താണ്ട വലായി കിടക്കുക ബുക്ക് ഒതുങ്ങാണ്ട്. മോനക്കുട്ടനും കൂടെ മുടി കൂടെ തൊപ്പി എടുത്ത് വൈ. തൊപ്പി ഇന്നലെ കാറിയുണ്ടോ? ഭയങ്കര മഴ വരുന്നതിനും ഓടിപ്പോ. വരുമോ മഴ അടുത്ത കാറി പോകുന്നേ നല്ലത്. തിരിച്ചു വരുമ്പോ താമസിക്കും വെറുതെ. എന്തിനാ? കാറ്റുണ്ട്. സുന്ദരാ വാ, ബാഗ് എടുത്തോണ്ട് വാ. ഇനി കുറച്ചും കൂടെ പൊതിയാനുണ്ട് കേട്ടോ. വാ പൊന്നു. ആ മോഹൻലാല് ഷിൻഡ്രയാ. ഞാൻ വരുന്നില്ല. അണ്ണ ഒരു കാര്യം ചെത്തി. എന്നെ ഭീഷണിപ്പെടുത്തും. ഒത്തിരിയല്ല, ചുമ്മാ പിടിക്കുകയും ഞോണ്ടയൊക്കെ ചെയ്യുന്നു ഫ്രണ്ട്സ്. പിന്നല്ല പിന്നെ അണ്ണേ തിരിച്ചു വരുമ്പോ എന്നെ ഒന്ന് വിളിക്കുന്നില്ലേ? ഒരാളെ കാണിച്ചു തരാം. അതെ, സുണ്ട്രിയ. ഇവളാണ് ഷുണ്ട്രി. ഇവിടെ ഷുണ്ട്രിയ. ഞങ്ങൾക്ക് പാലൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് 8 പാലുണ്ട്. 8 പാലുണ്ട്. സമയം സുണ്ട്ര പോകൂ. ആ മഴയും പെയ്യുന്നു. ബാ
അമ്മച്ചിയോട് വിശ്രമിക്കാം കേട്ടോ. വെച്ചിട്ട് വാ മോനെ, ഗേറ്റ് അടയ്ക്കാം. മുത്തുമണീസ്. അപ്പൊ പൊന്നൂസും മോണ്ടനും വരുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് നിൽക്കുന്നെന്ന് വിചാരിച്ചു. പണം തിരിച്ച് പിന്നെയും വീട്ടിലോട്ട് പോവാം. പുതിയ വീടിന്റെ വീഡിയോ ഞാൻ ഇനി എടുക്കുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് പാല് കാച്ചിന് എല്ലാം കൂടെ ഒരുമിച്ച് അടിപൊളിയാക്കി ഒരു രസമില്ല. ഒന്നും ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്ന അത്രേ ഉള്ളൂ. പുതിയ വീട്ടിൽ വന്നോ? ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്നു അത്രേ ഉള്ളൂ. ഞാൻ അണ്ണനെ വിളിച്ചു വരുത്തിയാണ്. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുമല്ലോ. അപ്പൊ ഞാൻ നിരയുകയാണെങ്കിൽ പിന്നെ അണ്ണ ഇന്ന് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ക്രീം ബന്ന് മേടിക്കാൻ പോണേ. ഞാൻ ഇന്നലെ ഒരു വീഡിയോക്കകത്ത് കണ്ട് നല്ല അടിപൊളി ക്രീം ബന്ന് കിട്ടുന്നൊരു കട. അതായത് ഇന്നലെ സമയമില്ല, ഇന്ന് സമയമുണ്ടെങ്കിൽ പോവാം. ഇപ്പൊ വൈകുന്നേരം വേറെ എവിടെയോ മഴയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിന്റെ ഇരുണ്ട് മൂടി കിടപ്പുണ്ട്. അപ്പൊ വീട്ടിലോട്ട് പോവാം ഫ്രണ്ട്സ്. വീട്ടിൽ പോയിട്ട് പിന്നെ ഞാൻ കാണിക്കാം കേട്ടോ. അവിടെ ഞാനൊന്ന് കയറി നോക്കാം. വീഡിയോ ഒന്നും എടുക്കുന്നില്ല. വീഡിയോ ഇനി ഞാൻ അന്നത്തെ ദിവസം ഇടാം കേട്ടോ. അല്ലെങ്കിൽ അതിനൊരു രസം കാണും. നിങ്ങൾക്കും ഒരു ഇത് കാണത്തില്ല. എന്നും നിങ്ങൾ എല്ലാ കാര്യങ്ങളും കണ്ടു പോയാൽ ലാസ്റ്റ് നമ്മൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതുമ പോലെ ഒന്നും കാണത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി അന്ന് പാല് കാച്ചിൻ്റെ അന്നും പിന്നെ ഉള്ള ദിവസങ്ങളിലും നല്ല എല്ലാം ഒരുമിച്ച് കാണിക്കും. ഇച്ചിരി പണി കാണിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോഴേ മുത്തുമണി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. മദ്രസ പഠിത്തവും എല്ലാം കഴിഞ്ഞു. അവിടെ ബാലൻസ് ബുക്ക് പോലെയാണ് അണ്ണൻ TV ഇട്ടുണ്ട് കേട്ടോ. ഞാൻ ചക്ക വറക്കാൻ വെക്കുന്നു. പിന്നെ ഇത് നെയ്ച്ചോറ് ചൂടാക്കാനാണ്. ചൂടാക്കി കഴിച്ചാൽ രാത്രി ഒരു ടേസ്റ്റ് കാണും, അല്ലെങ്കിൽ കല്ല് പോലെ ഇരിക്കും കേട്ടോ. അതുകൊണ്ടൊന്ന് ചൂടാക്കാൻ. പൊന്നസ് മോണ്ടന് മാംഗോ ബാർ കഴിക്കുന്നു. വരുന്ന വഴി മാംഗോ ബാർ വേണം. എണ്ണ ഒത്തിരി ഒഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് ആക്കാം. പക്ഷേ ഒത്തിരി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണ ഞാൻ ഇതുപോലത്തെ ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ട് ഫോർക്ക് സ്പൂൺ അതിനകത്ത് ഇടും കേട്ടോ. അങ്ങനെ ഇത് കട്ടിയായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് കട്ടിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിച്ചു നോക്കാം. ഞാൻ ഇങ്ങനെ ചുമ്പയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കേട്ടോ. ഓരോട്ടേനും ഐസ് ഉണ്ട് കേട്ടോ. കുറച്ച് മതി. ബാലൻസ് ചോറെടുക്കാൻ ഫ്രിഡ്ജിൽ വെക്കാം, നാളെ എടുക്കാം. അവിടെ പോയി അമ്മ ചക്കവരില് വറുത്തോണ്ട് വരാം. മറ്റന്നാൾ നമ്മുടെ ലുലുമാളിൽ പോകുന്ന വീഡിയോ എടുക്കണ്ടായിരിക്കും കേട്ടോ. എല്ലാവരും കയറി കാണണേ. ചക്കവരിലാണ് എൻ്റെ അമ്മ കൊടുത്തോട്ടോ ചക്കയാട്ടോ. ഇത്ര എണ്ണ മതി. ഒത്തിരി അതിൻ്റെ എണ്ണയും വെറുതെയാവും. ഉണ്ട് ഇത്രയുണ്ട് വറുത്തെടുക്കാൻ. പിന്നെ അത് വറുത്തെടുത്തിട്ട് കാണാണ്ട് കിങ്ങിണി വന്ന് ഇരിപ്പുണ്ട്. ഞാൻ ഒരു പീസ് ചിക്കനൊക്കെ കൊടുത്തു കഴിച്ചോണ്ടിരിക്കുവാണ്. ഞാണ്ട വയറും ചാടിയോ എൻ്റെ പൊന്നെ. ആ വയറൊന്ന് മാറാം. വയറ് പുറത്ത് പോവും ടീഷർട്ട് ഊരിയിടും. മൂന്ന് കൊണ്ടെന്നാണ്ട അവിടെ ഇരി. മുത്തുമണി വേറൊരു സ്ഥലത്ത് ഉപ്പ് കൂടിപ്പോയാണേ. നല്ല കൊറമുഖമെന്നുണ്ട് കേട്ടോ. ഇത് 2 ട്രിപ്പ് വറുത്തെടുത്തിയാ. 3ാമത്തെ ട്രിപ്പ് എണ്ണ കിടക്കുന്നു. ഇനി കുറച്ചും കൂടെ ഉണ്ട്. ഒരു 3.5 ട്രിപ്പ്. പൊന്നൂസ് മോണ്ടെന്നുള്ള ചോറ് എണ്ണുവാണ്. ചക്കവട്ടിൽ നിന്ന് വയറ് നന്നാ ചോറിനാക്കത്തില്ല. അതുകൊണ്ട് അത് കഴിച്ചിട്ട് വന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുക. ചൂടാതെ നിന്നില്ലേ കൊള്ളത്തില്ല. ഇപ്പൊ അണ്ണൻ വന്നൊരു ഇരുത്തായിരിക്കും. അണ്ണ എവിടെ പോവാ മുത്തേ? ടൗണിൽ പോണേ. അപ്പൊ മുത്തുമണി നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്ര ഉള്ളായിരുന്നു. പ്രത്യേകിച്ച് ഒരു ലൈസി ഡേ അത്രേ ഉള്ളൂ. അപ്പം നമുക്കിനി ഇവരുടെ സ്കൂള് തുറപ്പിന്റെ ഫസ്റ്റ് ഡേ സ്കൂളില് വിശേഷങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ബ്ലോഗിൽ കാണാം കേട്ടോ. അതുവരെ ചെറിയ ഷോട്ടൊക്കെ ആയിട്ട് വരാം കേട്ടോ. ടാറ്റാ, ലവ് യു.